കേരളത്തിലെ അയിത്താചാരങ്ങൾക്കെതിരായിട്ട് മലബാറിൽ നടന്ന ഒരു സമരപരിപാടിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, വൈക്കം ക്ഷേത്രത്തിൻ്റെ പ്രധാന പാതയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാരം സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നതിനു വേണ്ടിയായിരുന്നു. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു. ഹിന്ദു ജനതയുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചു കിട്ടണം എന്നൊരാവശ്യവുമായിട്ട് ഗാന്ധിജിയുടെ അനുമതിയോടുകൂടിയിട്ട് കെ കേളപ്പനായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിട്ട് എല്ലാ ഹിന്ദു സമുദായങ്ങളുടെയും പ്രാധാന്യമുള്ള ഒരു സത്യാഗ്രഹ കമ്മിറ്റി ഇതിനായിട്ട് രൂപീകരിച്ചു. പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു. അങ്ങനെ 1931 നവംബർ 1 തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അയിത്തജാതിക്കാരായ വളണ്ടിയർമാർ ക്ഷേത്രപ്രവേശനത്തിന് ഒരുങ്ങി. ക്ഷേത്രം അധികാരികൾ ഇത് തടഞ്ഞു. അറസ്റ്റും ജയിൽവാസവുമൊക്കെ ഉണ്ടായി. എന്നാലും അതിലൊന്നും തളരാതെ സമരം മുന്നോട്ട് പോയി. സമരത്തെ അനുകൂലിച്ച് പൊതുയോഗങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ നടന്നു. ഇത്രയുമായപ്പോൾ എതിർകക്ഷികളായ മേൽജാതിക്കാർ അവരും അവരുടെ കാര്യം വിശദീകരിക്കാനായിട്ട് പ്രതിഷേധ യോഗങ്ങളും പൊതുപരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചു. ഇത്രയുമായപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം അതിൻ്റെ ഉച്ചഘട്ടത്തിലെത്തി. ക്ഷേത്രം ട്രസ്റ്റിയായ നമ്പൂതിരി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അയിത്തജാതിക്കാരായ ഒരാളെ പോലും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. ഇത്രയുമായപ്പോൾ സമരക്കാർ ബലപ്രയോഗത്തിലൂടെ ക്ഷേത്രപ്രവേശനത്തിന് ഒരുങ്ങിയപ്പോൾ അതിലൊരു പ്രതികാര നടപടി എന്ന നിലയിൽ പൂജാരി ക്ഷേത്രം അടച്ചിടുകയാണുണ്ടായത്. അങ്ങനെ സമരത്തിനൊരു ആക്കം കൂട്ടാനായിട്ട് ഗാന്ധിജിയുടെ അനുവാദത്തോടു കൂടി തന്നെ കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. അതോടുകൂടി സമരം പൂർവാധികം ശക്തമായി. സമരത്തിൻ്റെ 2ാം ദിവസം ജനമിളകി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുമൊക്കെ ഗുരുവായൂർ സത്യാഗ്രഹ വേദിയിലേക്ക് രാഷ്ട്രീയ പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ഉയർന്ന നേതാക്കന്മാരുമൊക്കെ പാഞ്ഞെത്തി. എങ്കിൽ പോലും ക്ഷേത്രം അധികാരികളിൽ നിന്ന് അനുകൂലമായൊരു നിലപാടുമായിട്ട് ആരും മുന്നോട്ട് വന്നില്ല. ഇത്രയുമായപ്പോൾ 1932 ഒക്ടോബർ 2 തീയതി ഗാന്ധിജിയുടെ അനുവാദത്തോടു കൂടി തന്നെ കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സമരം പോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് പൂർണ്ണമായ ലക്ഷ്യം നേടാനായില്ലെങ്കിലും കേരളത്തിലെ അയിത്താചാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സമരപരിപാടികളിലേക്ക് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ജനങ്ങളെ ബോധവാന്മാരാക്കാനുമൊക്കെ ആയൊരു സമരപരിപാടികളെ കൊണ്ട് കഴിഞ്ഞു.